മലപ്പുറം പെരിന്തൽമണ്ണയിൽ ജുവലറി ഉടമയെ തടഞ്ഞു നിർത്തി സ്വർണ്ണ കവർച്ച ചെയ്ത കേസിൽ 3 പേർ പിടിയിലായി എന്ന വാർത്ത ഈ മണിക്കൂറിൽ വരുന്നു. തൃശൂർ ഈസ്റ്റ് പോലീസാണ് പ്രതികളെ പിടികൂടിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥ അവസാനം 8:30 മണിക്ക് പെരിന്തൽമണ്ണയിൽ നടത്തിയ അക്രമമാണല്ലോ, പറയൂ വിവരങ്ങൾ. ഇത് സംബന്ധിച്ച് 4 പ്രതികൾ പിടിയിലായി എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. അതായത് ഇന്നലെ രാത്രിയാണ് ഈ ജുവലറി ഉടമയെ തടഞ്ഞു നിർത്തി ഈ ജുവലറി പൂട്ടി മടങ്ങുന്നതിനിടയിൽ കാറിലെത്തിയ സംഘം ആക്രമിച്ച ഈ 3.5 കിലോ സ്വർണം കവർച്ച ചെയ്ത് അവിടെ നിന്ന് കടന്നു കളഞ്ഞത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ തൃശ്ശൂർ ഭാഗത്തേക്കാണ് ഇവർ സഞ്ചരിച്ചിരുന്ന ഈ വാഹനം കടന്നത് എന്ന് സംബന്ധിച്ച് പോലീസിന് ചില സൂചനകൾ ലഭിച്ചിരുന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ട് ഇന്നലെ രാത്രി ഈ നഗരത്തിലുടനീളവും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലാ അതിർത്തിയിലടക്കം വലിയ രീതിയിലുള്ള വാഹന പരിശോധന നടത്തിയിരുന്നു. അങ്ങനെ തൃശൂർ ഈസ്റ്റ് പോലീസ് തൃശൂർ നഗരത്തിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് ഈ 4 പ്രതികൾ പിടിയിലായത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ വാഹനത്തിൽ നിന്ന് സ്വർണം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ സ്വർണം മറ്റെവിടേക്കോ മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ 9 പേരാണ് ഈ സംഘത്തിലുണ്ടായിരുന്ന. ബാക്കി 5 പേരുടെ കയ്യിലാണ് ഈ സ്വർണം എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഈ 5 പേരും എവിടെയാണ് എന്ന സംബന്ധിച്ചും ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് ഈസ്റ്റ് പോലീസിന്റെയും അതുപോലെ തന്നെ ഈ പെരിന്തൽമണ്ണ പോലീസിന്റെയും നേതൃത്വത്തിൽ മറ്റു പ്രതികളെയും കണ്ടെത്തുന്നതിനും ഈ സ്വർണം റിക്കവർ ചെയ്യുന്നതിനുമുള്ള അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ 4 പ്രതികൾ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. അതിൽ കണ്ണൂർ സ്വദേശികളും തൃശൂർ സ്വദേശികളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇവർ നേരത്തെ തന്നെ മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാനിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ മോഷണം എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്നലെ പെരിന്തൽമണ്ണയിൽ നിന്ന് ഈ സംഘം കടന്നതിന് പിന്നാലെ പോലീസിന് കൈമാറിയ നിർണായക വിവരങ്ങൾ, അതിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് ഇപ്പോൾ പ്രതികൾ പിടിയിലായിരിക്കുന്ന സ്കേ. ഓക്കെ, താങ്ക് യു സൂരജ് സജി.